മുടി വെട്ടാൻ കൂടെ വരാത്തതിൻ്റെ ദേഷ്യമാണ് ഈ കാണിക്കുന്നത്. കൂടെ വന്നാൽ മിൽക്കി ബാർ മേടിച്ച് തരാമെന്ന് പറഞ്ഞപ്പോൾ അന്നാ ചെന്നേക്കാന്ന് ഞാനും വിചാരിച്ചു. പാവമല്ലേ. ഇതാണ് ഞങ്ങളുടെ സ്വന്തം ഉരു. ഈ കടയാണ് ജോമഞ്ചൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കട. നല്ല ആംബിയൻസ് ആണ് ഇവിടെ. പക്ഷേ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ചെറുക്കൻ അങ്ങ് കളത്തി ഇറങ്ങി. ആദ്യം കുറച്ച് ക്യൂട്ട്നെസ് ഒക്കെ വാരി വിതറിയെങ്കിലും പിന്നെ അവൻ്റെ തനി സ്വഭാവം പുറത്തെടുത്തു. അവൻ്റെ ഉള്ളിൽ നാഗവല്ലി പുറത്തിറങ്ങി വന്നു ഗൈസ്. പിന്നെ അവിടെ ആടിയായി, ബഹളവായി, വഴക്കായി. ലാസ്റ്റ് ഞങ്ങളിങ്ങനെ ഇറങ്ങിപ്പോന്നു. അതിൻ്റെ താഴെ തന്നെ ഒരു ഊഞ്ഞാലുണ്ടായിരുന്നു. ഞാൻ തെക്കോട്ടെങ്കിൽ എൻ്റെ അനിയത്തി വടക്കോട്ട്. അതങ്ങനെയാണ്. ഞങ്ങളുടെ ഊഞ്ഞാലാട്ടം എല്ലാം കഴിഞ്ഞപ്പോൾ ജോമഞ്ചേട്ടൻ മുടുക്കനായി വന്നു. പിന്നെ ഖജനാവിൽ നിന്ന് കുറച്ച് പൈസ എടുത്തിട്ട് നേരെ ഞങ്ങൾ പോയത് ഒരു നഴ്സറിയിലേക്ക്. എൻ്റെ ചെറുക്കന് പഠിക്കാനായിട്ടല്ല കേട്ടോ. ജോമഞ്ചേട്ടന് കുറച്ച് ചെടി മേടിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ പോയി ഒന്ന് മേടിക്കാമെന്ന് വിചാരിച്ചു. കുറച്ചധികം വെറൈറ്റീസ് ഓഫ് ചെടികളുണ്ടെങ്കിലും എനിക്കതൊന്നും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ജോമഞ്ചേട്ടന് ഇഷ്ടപ്പെട്ട കുറച്ച് ബൊഗെയിൻവില്ല മാത്രം മേടിച്ചുകൊണ്ട് ഞങ്ങളിങ്ങനെ ഇറങ്ങി. അപ്പോഴാണ് ഓർത്ത് ജോസൂട്ടൻ ഡയപ്പർ ഇല്ലല്ലോ, അടച്ച കട തോർപ്പിച്ച് സാധനം മേടിച്ചു. അങ്ങനെ വീട്ടിലേക്ക് എന്നോട് പറഞ്ഞ് സാധനം മേടിച്ച് തരാത്തതിൻ്റെ ഒരു ദേഷ്യം എനിക്കുണ്ടായിരുന്നു. എങ്കിലും വണ്ടിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് സർപ്രൈസ് ആയിട്ട് എൻ്റെ മിൽക്കി ബാർ തിരിച്ചു തന്നു. അപ്പോൾ ഇത്രയുള്ള ഗായ്സ് നമ്മുടെ വീഡിയോ. ഓക്കെ, ബൈ.